കാസർഗോഡിന്റെ കലാപ്രതിഭയായ കടുമേനി ഉന്നതിയിലെ സച്ചുവിന് ഇനി ധൈര്യമായി സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാം. സച്ചുവിനെ സഹായിക്കാനായി കാഞ്ഞങ്ങാടൻ കൂട്ടായ്മ സമാഹരിച്ച 1,11,111 രൂപ കുടുംബത്തെ ഏൽപ്പിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പലതരത്തിലുള്ള കഷ്ടതകളോട് പടപൊരുതിയും കടമെടുത്ത് നൃത്തപരിശീലനം നടത്തിയുമാണ് കടുമേനി ഉന്നതി സ്വദേശിയും തോമാവരം സെന്റ് തോമസ് സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയുമായ സച്ചു ഇക്കഴിഞ്ഞ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചുപ്പുടി, കേരള നടനം എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയത്. എന്നാൽ സംസ്ഥാന കലോത്സവത്തിലെ മത്സരത്തിലേക്കുള്ള വഴിയിലെ വലിയ ചിലവ് ഈ കലാപ്രതിഭയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറി. ഇത് കണ്ടറിഞ്ഞയുടൻ കരുത്തും കരുതലുമേകി സച്ചുവിന്റെ കൂടെ നിൽക്കാൻ കാഞ്ഞങ്ങാടൻ കൂട്ടായ്മ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇവർ സമാഹരിച്ച 1,11,111 രൂപയാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് സച്ചുവിനെയും കുടുംബത്തെയും ഏൽപ്പിച്ചത്. ചെക്ക് കൈമാറുന്നതിലും കൂട്ടായ്മയിലെ പ്രവർത്തകർ ഒരുമിച്ച് നിന്നു. ഓരോ കലോത്സവ വേദികളിലേക്കും മകനെയും കൊണ്ട് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പണം സ്വരുക്കൂട്ടാനായി നെട്ടോട്ടമോടിയിരുന്ന സച്ചുവിന്റെ അമ്മ ബിന്ദു ഈ നിമിഷം നിറകണ്ണുകളോടെ വിതുമ്പി. ഈയൊരു സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ലെന്ന് ചടങ്ങിൽ സംസാരിച്ച ബിന്ദുവിന്റെ സഹോദരി ലക്ഷ്മി പറഞ്ഞു. തനിക്കുവേണ്ടി അമ്മയും മൂത്തമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് സച്ചുവും വെളിപ്പെടുത്തി. അപ്പോഴും ഞാൻ എന്ത് കാര്യം വന്നാലും മൂത്തമ്മയുടെ അടുത്ത് പോയി പറയുന്ന സമയത്ത് നോക്കാം, നമുക്ക് പോവാം, വരുന്നത് വരട്ടെ എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് അമ്മയായാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിച്ചത്. ലോണൊക്കെ എടുത്തിട്ടായാലും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിച്ചത്. അപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു സഹായം ചെയ്ത് നമ്മുടെ JK ജംഗ്ഷൻ വാട്സപ്പ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ ജയകൃഷ്ണൻ സാറിന്റെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ അതിശയായി. കാരണം ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മലയാളത്തിലെ പത്രനീതി അങ്ങനെ ഒരു പാഠമുണ്ട്. പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞുമൂലയും അർബുദത്തെ അതിജീവിച്ച K വാസന്തിയും സച്ചുവിനെ പുസ്തകങ്ങൾ സമ്മാനിച്ചു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രാജാമണി കുഞ്ഞിമംഗലവും ഈ കൊച്ചു കലാകാരന് ക്യാഷ് പ്രൈസ് നൽകി. 88 വയസ്സ് പിന്നിട്ട ഡോക്ടർ സുശീല ലാസറും ഊന്നുവടി കുത്തി വയ്യാത്ത കാലുമായി അധ്യാപിക ലേഖ കാദംബരിയുമെല്ലാം സച്ചുവിനെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു. മാധ്യമപ്രവർത്തകൻ VU മാത്തിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപങ്ങളില് ഒരു ജില്ലാ തലത്തില് അതുപോലെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും മത്സരം നടക്കുന്ന അതില് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് ഈ പങ്കെടുത്ത 3 യോഗ്യത നേടി. ഒരെണ്ണത്തിലോ 2 ഒക്കെ ആണെങ്കിൽ അങ്ങനെ, പക്ഷെ അത് പങ്കെടുത്ത 3 ഇനത്തിലും യോഗ്യത നേടാനായി എന്നുള്ളതാണ്. അപ്പം പൗലോപ്പിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ നോവലുണ്ട് ആൽക്കെമിസ്റ്റ്, അതും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ഈ ആൽക്കെമിസ്റ്റ് എന്നുള്ള നോവല് ഏകദേശം കൂട്ടായ്മയുടെ സാരഥി സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. സാമൂഹിക പ്രവർത്തകൻ MK വിനോദ് കുമാർ, മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ, കാഞ്ഞങ്ങാട് സീനിയർ ചേംബർ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ നായർ, കവയിത്രി CP ശുഭ, ഹൊസ്തൃക് മാരിയമ്മ ക്ഷേത്രം ചെയർമാൻ B മുകുന്ദപ്രഭു, മുസ്ലിം ലീഗ് നേതാവ് A ഹമീദ് ഹാജി, BJP നേതാവ് HR ശ്രീധരൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK യാസിഫ്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ PTA പ്രസിഡന്റ് അഹമ്മദ് ഗർമാണി, കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A രാധാകൃഷ്ണൻ, മുസ്ലിം സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി PM അബ്ദുൽ നാസർ, അജാനൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KV സുനിൽ രാജ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മുത്തൽ, സിനിമാ താരം സിജി രാജൻ, അജിത് പാട്യം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.